Hello my dear students. Today we are discuss about the topic stack in 8085. സ്റ്റാക്ക് ആ വേർഡ് പരിചയമുണ്ടല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡാറ്റ സ്ട്രക്ചർ എടുത്തപ്പോൾ അതിൽ നമ്മൾ സ്റ്റാക്ക് പഠിച്ചിട്ടുണ്ടല്ലേ? ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ വരുന്നൊരു ടോപ്പിക്കായിരുന്നു സ്റ്റാക്ക്. ആ സ്റ്റാക്കിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മ ഉണ്ടാവും. നമ്മൾ സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ് പുഷും പോപ്പും ഒക്കെ നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സ്റ്റാക്കിൽ ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, അവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേ സംഭവം തന്നെ, അതായത് അതിൻ്റെ എയിം, അതിൻ്റെ പ്രൊസീജിയർ എന്താണോ അത് തന്നെയാണ് നമ്മുടെ ഇവിടെ 8085ലും വരുന്നത്. അതിവിടെ മൈക്രോ പ്രോസസ്സറിൽ നമ്മൾ സ്റ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് 2 ഇൻസ്ട്രക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, പുഷും പോപ്പും. ഓർമ്മയില്ലേ? കഴിഞ്ഞ ഇൻസ്ട്രക്ഷൻസിൻ്റെ സെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പുഷ് ഓപ്പറേഷനും അതുപോലെ തന്നെ പോപ്പ് ഓപ്പറേഷനും. നോക്കാം നമുക്ക് എന്താണ് സ്റ്റാക്ക്. സ്റ്റാക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഇൻ ദി റാം or read-write memory that is used for temporary storage of binary information during the execution of the program. മൈക്രോ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചറിൽ നമ്മുടെ രജിസ്റ്റേഴ്സ്, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സും ടെമ്പററി രജിസ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ രജിസ്റ്റർ പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ പിക്ചർ, ആ ആർക്കിടെക്ചറിൽ രജിസ്റ്റർ വരുന്ന ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ കാണാം. അതാണ് ഇവിടുത്തെ സ്റ്റാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്ന ഏരിയ ഡാറ്റ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ലൊക്കേഷനാണ് സ്റ്റാക്ക് പോയിൻ്റർ. അതൊരു ഒരു രജിസ്റ്ററാണ്. ആ രജിസ്റ്ററിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. സ്റ്റാക്ക് പോയിൻ്റർ. സ്റ്റാക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മെമ്മറി ലൊക്കേഷൻ ഇൻ ദി റാം മെമ്മറി that is used for temporary storage of binary information. ബൈനറി ഇൻഫർമേഷൻ്റെ ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഡാറ്റ അല്ലെങ്കിൽ ബൈനറി ഇൻഫർമേഷനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാം. ദ ലാസ്റ്റ് മെമ്മറി ലൊക്കേഷൻ ഓഫ് ദി ഒക്കുപ്പൈഡ് പോർഷൻ ഓഫ് ദി സ്റ്റാക്ക് ഈസ് കോൾഡ് സ്റ്റാക്ക് ടോപ്പ് അല്ലേ? സ്റ്റാക്കിൻ്റെ ടോപ്പാണ് അതിൻ്റെ ലാസ്റ്റ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പറേഷനിൽ പുഷും പോപ്പും ഇൻസേർട്ട് ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നമ്മൾ ടോപ്പ് നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് ടോപ്പാണ്. ദ സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷൻ ഓഫ് ദി സ്റ്റാക്ക് ഈസ് ഡിഫൈൻഡ് ഇൻ ദ മെയിൻ പ്രോഗ്രാം ബൈ യൂസിങ് LXI or SPHL ഇൻസ്ട്രക്ഷൻ. സ്റ്റാർട്ടിംഗ് മെമ്മറി ലൊക്കേഷൻ ഓഫ് ദി സ്റ്റാക്ക് ഈസ് ഡിഫൈൻഡ് ഇൻ ദി മെയിൻ പ്രോഗ്രാം. അതായത് മെമ്മറി ലൊക്കേഷനിൽ സ്റ്റാർട്ടിംഗ് പൊസിഷൻ സ്റ്റാക്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ LXI ആയിരിക്കും, അല്ലെങ്കിൽ SPHL. സ്റ്റാക്ക് പോയിൻ്റർ, HL എന്ന് പറയുന്നത് രജിസ്റ്റർ പേയേഴ്സിന് ഉദ്ദേശിച്ചിട്ടാണ്. ഈ 2 ഇൻസ്ട്രക്ഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. ഇവിടെ നോക്കുക, ഡാറ്റാസ് ആർ സ്റ്റോർഡ് ഇൻ ദി സ്റ്റാക്ക് ഓൺ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. ലിഫോ പ്രിൻസിപ്പിളാണ് സ്റ്റാക്ക് ഫോളോ ചെയ്യുന്നത്. ഡാറ്റാസ് ആർ സ്റ്റോർഡ് ഇൻ ദി സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇൻ ചെയ്തത് ഏതാണോ അതാണ് നമ്മൾ ഫസ്റ്റ് ഔട്ട് ചെയ്യുക. അതായത് ഇൻസേർഷനും ഡെലീഷനും ഒക്കെ വൺ എൻഡ്, അതായത് ടോപ്പിലാണ് നടക്കുന്നത്. അതാണ് ഇവിടെ ലിഫോ എന്ന് പറയുന്നത്, ലിഫോ പ്രിൻസിപ്പിൾ. ആൻഡ് ഡാറ്റ ആർ റിട്രീവ്ഡ് ഫ്രം ദി സ്റ്റാക്ക് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. ഡാറ്റാസ് ആർ റിട്രീവ്ഡ് ഫ്രം ദി സ്റ്റാക്ക്, അത് സ്റ്റാക്കിൽ നിന്ന് ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്. ഫിഗർ ഷോസ് ടിപ്പിക്കൽ സ്റ്റാക്ക് ആൻഡ് സ്റ്റാക്ക് ടോപ്പ് ലൊക്കേഷൻ. ഇവിടെ നിന്ന് തന്നിരിക്കുന്ന ഫിഗർ നമുക്ക് ഷോ ചെയ്യുന്നുണ്ട് ഡാറ്റാസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. ഇവിടെ അസ്യൂം ചെയ്താണ് കുറച്ച് മെമ്മറി ലൊക്കേഷൻസ് 255, 2505, 504, 503, 502, 501 എന്ന് പറഞ്ഞ കുറച്ച് ലൊക്കേഷൻസ്. അതിൽ സ്റ്റാക്കിൻ്റെ ടോപ്പ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 2505 ആണ്. പിന്നെ സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നതും അതായിരിക്കും, കാരണം സ്റ്റാക്കിൻ്റെ ടോപ്പിനാണ് സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുക. നെക്സ്റ്റ് അവൈലബിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത് 2504 ആണ്. ഓക്കെ,
അടുത്തത് നോക്കാം എന്തൊക്കെയാണ് സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ്, അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ്. ഇവിടെ പുഷും പോപ്പുമാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ്. പുഷ് എന്ന് പറയുമ്പോൾ പുഷ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ഇൻ ദി സ്റ്റാക്ക്. പോപ്പ് എന്ന് പറയുന്നത് പോപ്പ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ടു റിട്രീവ് retrieve the content from the stack. Pop instruction is used to retrieve the memory content. Okay, a register pair is always specified along with this push and pop instruction. ഈ പോപ്പിൻ്റെയും പുഷിൻ്റെയും നമ്മൾ എപ്പോഴും ഒരു രജിസ്റ്റർ പെയർ യൂസ് ചെയ്യും. പുഷ് ബി, പുഷ് ഡി, അതുപോലെ പുഷ് എച്ച്. ഇതിൻ്റെ കൂടെ ഒരു രജിസ്റ്റർ പെയർസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇവിടെ ബി ഡി എച്ച് ബി എസ് ഡബ്ല്യു സ്പെസിഫൈസ് രജിസ്റ്റർ പെയർസ് ആണ്. ഏതൊക്കെ? ബീൻ്റെ കൂടെ ആരും കൂടെ ഉണ്ടാവും, സിയും കൂടെ ഉണ്ടാവും. ഡി ആവുമ്പോൾ ഇ ഉണ്ടാവും, എച്ച് ആവുമ്പോൾ എൽ ഉണ്ടാവും. അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് തന്നെ എന്താണ്, രജിസ്റ്റർ പെയർസ് ആയിട്ട് തന്നെയാണ് അല്ലേ. നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് പഠിക്കുമ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബി സി ഡി ഇ എച്ച് എൽ ആർ ദി ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. വേണമെങ്കിൽ 8-bit ഡാറ്റ സ്റ്റോർ ചെയ്യാനും അങ്ങനെയും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രജിസ്റ്റർ പെയറായിട്ട് 16-bit ഡാറ്റ സ്റ്റോർ ചെയ്യാനും നമ്മൾ ആ രജിസ്റ്റേഴ്സിനെ യൂസ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആ രജിസ്റ്റർ പെയർ യൂസ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇവിടെ നോക്കുക, പുഷ് ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പുഷ് ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ആൻ എക്സാമ്പിൾ. LXI SP അവിടെ 2605 എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. LXI B സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാക്കിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് 2605 ആണ്. ആ ടോപ്പിലേക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നത്, നമ്മളൊരു എലമെൻറ്റിനെ പുഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ആ പുഷ് ചെയ്യുന്ന എലമെൻറ്റ് എവിടെയാണുള്ളത്, 2550 ഉള്ളത്. ബി എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ അതിനെ നമ്മൾ ആ ബി എന്ന് പറഞ്ഞ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് LXI B 2550 എന്ന് പറയുന്നത്. പിന്നെ പുഷ് ബി, ഡിലേ കൗണ്ടർ, പോപ്പ് ബി. ഇവിടെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. LXI SP, 2605 ഇനീഷ്യലൈസ് SP രജിസ്റ്റർ. സ്റ്റാക്ക് പോയിൻ്റർ രജിസ്റ്ററിനെ ഇനീഷ്യലൈസ് ചെയ്യാണ് അല്ലെങ്കിൽ ലോഡ് ചെയ്യാണ്. ദെൻ LXI B 2550H will initialize or load BC register pair with 2550H data. So ബിയിൽ 25ഉം സിയിൽ 50ഉം ആണ്. ബിയിൽ 25ഉം സിയിൽ 50ഉം ആണ്. സ്റ്റെപ്പ് 3, the execution of push B instruction will be the stack pointer is decreased by 1 to, അതായത് ഇത് നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. നമ്മൾ അതിൻ്റെ താഴത്തെ അതിൻ്റെ പിക്ചർ എക്സ്പ്ലനേഷൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് ബിയിൽ നമുക്ക് ബി രജിസ്റ്ററിൽ 25ഉം സിയിൽ 50ഉം ആണുള്ളത്. ഈ രണ്ട് ഡാറ്റനെയാണ് സ്റ്റാക്കിലേക്ക് നമുക്ക് പുഷ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാന്ന് പറയുമ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഒന്ന് ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. കാരണം എന്താ, ടോപ്പാണ് ഇൻസേർഷനും ഡെലീഷനും ഒക്കെ സ്റ്റാക്കിൽ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് അടുത്ത എലമെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിൻ്റർ ഇപ്പോൾ ഓൾറെഡി ലാസ്റ്റ് ഇപ്പോൾ ഫിഫ്ത്ത് ലൊക്കേഷനാണ് നമ്മൾ അസ്യൂം ചെയ്യുക. 5th ലൊക്കേഷനാണ് ഇപ്പോൾ ടോപ്പുള്ളത്. അപ്പോൾ ടോപ്പിലേക്ക് നമ്മൾ ഓൾറെഡി ബിയിലെ 25 കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സിയിലെ 50 കൊടുക്കണമെങ്കിൽ ബിയിലെ 25 എവിടത്തേക്ക് വരും, 4th ലൊക്കേഷനിലേക്ക് വരും. എന്നിട്ട് ടോപ്പ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക, അതായത് പിന്നെ സ്റ്റാക്കിൽ എലമെൻറ്റിനെ ഒന്ന് ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. സ്റ്റാക്ക് പോയിൻ്റർ ഒന്ന് ഡിക്രീസ് ചെയ്തിട്ട് അടുത്ത എലമെൻറ്റിൻ്റെ കൂടെ അതിലേക്ക് പുഷ് ചെയ്യിക്കും. സ്റ്റാക്ക് പോയിൻ്റർ ഇസ് ഡിക്രീസ്ഡ് ബൈ 1 2604 and the content of the B register are copied to the memory location 2604. Then stack pointer is again decreased by 1 to 2603 and the content of the C register are copied to the memory location 2603H. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ പുഷ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ ഡിക്രീസ് ചെയ്യുകയും പോപ്പ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ ഇൻക്രീസ് ചെയ്യുക ചെയ്യാം. ഓക്കെ,
അത് നിങ്ങൾക്ക് ആ എക്സാമ്പിളിലൂടെ പിക്ചറിലൂടെ കറക്റ്റ് മനസ്സിലാവും. ദ കണ്ടൻറ്റ് ഓഫ് ദി രജിസ്റ്റർ പെയർ ബി സി ആർ നോട്ട് ഡിസ്ട്രോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബി സിയിലുള്ള എലമെൻറ്റ് ഡിസ്ട്രോയ് ചെയ്യുകയല്ല ചെയ്യുന്നത്. സ്റ്റാക്ക് പോയിൻ്ററിലേക്ക് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ആ എലമെൻറ്റ് ഡിസ്ട്രോയ് ചെയ്യൂല, മറിച്ച് അവിടെ എന്ത് ചെയ്യും, ബി സി ഈസ് മെയ്ഡ് അവൈലബിൾ ഫോർ ദി ഡിലേ കൗണ്ടർ. ഡിലേ കൗണ്ടറിൽ അവിടെ നിൽക്കും, നമുക്ക് വേണ്ടപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാം. ദ എക്സിക്യൂഷൻ ഓഫ് ദി പുഷ് ഓപ്പറേഷൻ ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ ഫിഗറിൽ നോക്കുക. ഫിഗറിൽ നോക്കുമ്പോൾ അതായത് രജിസ്റ്റർ കണ്ടൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബിയിൽ 25ഉം സിയിൽ 50 ആണുള്ളത്. അതാണ് ഫസ്റ്റിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയുടെ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2605ഉം 2604ഉം 2603ഉം. അതായത് 2605 ആണ് നമ്മുടെ സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നത്, ടോപ്പ് ലൊക്കേഷന്. നെക്സ്റ്റ് അവൈലബിൾ ലൊക്കേറ്റാണ് 2604. ഇനി ആഫ്റ്റർ പുഷ് ഓപ്പറേഷൻ ചെയ്യുന്നതോടുകൂടി എലിമെൻറ്റിൻ്റെ സ്ഥാനങ്ങൾ നോക്കുക. അതായത് 25ഉം 50ഉം നമ്മൾ ഈ സ്റ്റാക്കിലേക്ക് കൊടുക്കുമ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ ഒന്ന് ഡിക്രീസ് ചെയ്ത് ആ 604ലേക്ക് ആദ്യം ബിയിലെ കണ്ടൻറ്റ് 25 പോയി അല്ലേ. അതുപോലെ തന്നെ അടുത്ത ലൊക്കേഷൻ, നെക്സ്റ്റ് അവൈലബിൾ ലൊക്കേഷൻ ഏതാണെന്ന് നോക്കി, അത് 2603 ആണ്. അതിലേക്ക് നമ്മൾ സി രജിസ്റ്റേഴ്സിലെ എലമെൻറ്റ് 50ഉം കൊടുത്തു. അപ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ ഡിക്രീസ് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് അവൈലബിൾ ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ ഡാറ്റേനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതാണ് പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ല? അപ്പോൾ ആ പ്രോഗ്രാം നോക്കിയിട്ട് ഈ പ്രോഗ്രാമിലുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് പിന്നെ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് ആ ലൊക്കേഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എലമെൻറ്റ്സിനെ കൊണ്ടുപോയി ഇടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പോപ്പ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആഫ്റ്റർ ദി ഡിലേ കൗണ്ടർ the instruction pop b restores the original content of the register pair bc. പോപ്പർ ഓപ്പറേഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ മെമ്മറിയിൽ നിന്ന് ആ കണ്ടൻറ്റിനെ എടുത്ത് നമ്മുടെ രജിസ്റ്ററിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യാം. എക്സിക്യൂഷൻ ഓഫ് പോപ്പ് എന്ന് പറയുന്നത് ദ കണ്ടൻറ്റ് ഓഫ് ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ലൊക്കേഷൻ, അതായത് സ്റ്റാക്ക് പോയിൻ്റർ ഷോൺ ബൈ ദ സ്റ്റാക്ക് പോയിൻ്റർ ആർ കോപ്പി ടു ദി സി രജിസ്റ്റർ ആൻഡ് ദ സ്റ്റാക്ക് പോയിൻ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 to 2604. അതായത് സിയിലെ കണ്ടൻറ്റിനെ സി രജിസ്റ്ററിലെ കണ്ടൻറ്റിനെ, അതായത് 2604 എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള 25 എന്ന് പറയുന്ന കണ്ടൻറ്റിനെ നമ്മൾ വീണ്ടും ആ രജിസ്റ്ററിലേക്ക് മാറ്റുന്നതോടുകൂടി സ്റ്റാക്ക് പോയിൻ്റർ ഒന്ന് ഇൻക്രീസ് ചെയ്തു. നേരത്തെ പുഷ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്, സ്റ്റാക്ക് പോയിൻ്റർ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. പോപ്പർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ ഇൻക്രീസ് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ നോക്കുക, ആ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക. സി പോകുന്നതോടുകൂടി സി സ്റ്റാക്ക് പോയിൻ്ററിലേക്ക് പോയി. അപ്പോൾ സ്റ്റാക്ക് പോയിൻ്റർ എന്തായി, സ്റ്റാക്ക് പോയിൻ്റർ പ്ലസ് 1 ആയി. ദ കണ്ടൻറ്റ് ഓഫ് ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് ആർ കോപ്പി ടു ദി ബി രജിസ്റ്ററിലേക്ക് പോകുന്നതോടുകൂടി സ്റ്റാക്ക് പോയിൻ്റർ വീണ്ടും എന്ത് ചെയ്ത് ഒന്നുകൂടെ ഇൻക്രീസ് ചെയ്തു. അഗെയിൻ ഇൻക്രീസ്ഡ് ബൈ 1. കണ്ടൻറ്റ് ഓഫ് ദി മെമ്മറി ലൊക്കേഷൻ 2603 and 2604 are destroyed until some data bytes are stored in this location. ഓക്കെ, ഇവിടെ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നേരത്തെ പറഞ്ഞ പോലെ ആ രജിസ്റ്റേഴ്സിൽ എങ്ങനെയാണോ, രജിസ്റ്റേഴ്സിൽ ഇപ്പോൾ കണ്ടൻറ്റ് ഇല്ല, എവിടെയാണുള്ളത്, മെമ്മറിയിലാണ് കണ്ടൻറ്റ് ഉള്ളത് 50ഉം 25ഉം. അത് രജിസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നതോടുകൂടി പിക്ചറിൽ കറക്റ്റ് അതിനെ കാണിച്ചിട്ടുണ്ട്. തിരിച്ച് വരുന്നതോടുകൂടി അതായത് 2604 കണ്ടൻറ്റിനെ ബി രജിസ്റ്ററിലേക്കും 2603 കണ്ടൻറ്റിനെ സി രജിസ്റ്ററിലേക്കും തിരിച്ചു കൊണ്ടുവന്നതാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, പിക്ചറിൽ കറക്റ്റ് കൊടുത്തിട്ടുള്ളത്. പോപ്പ് ഓപ്പറേഷനും പുഷ് ഓപ്പറേഷനും. ഇതാണ് 8085 സ്റ്റാക്കിൽ നടക്കുന്ന ഓപ്പറേഷൻസ്. സ്റ്റാക്കിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ് കാണുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ 1-2 ആവർത്തി വീണ്ടും എന്ത് ചെയ്യുക, ക്ലാസ് കാണുക, അതിനുശേഷം നോട്ട് ചെയ്ത് വെക്കുക. വളരെ കുറച്ച് കണ്ടൻറ്റ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ, ഒരുമിച്ച് എടുത്തിട്ട് മനസ്സിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് റിപ്ലൈ ചെയ്യാം. ഓക്കെ.